മലയാളം PSC എക്സാമിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിൽ നിന്നുള്ള വളരെ കാലിക പ്രസക്തമായിട്ടുള്ള വരികൾ തന്നിട്ട് ഇതിൻ്റെ ആശയം വരുന്ന മറ്റു കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൻ്റെ ആശയം കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരി ഇങ്ങനെയാണ്: ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിക്രസ്തമാം ലോകവും ആലോല തേജസ്സാൽ ഭോഗങ്ങൾ തേടുന്നു. ഇതാണ് വരി. അപ്പോൾ ഇതിൻ്റെ ആശയം പറയുന്നതിന് മുൻപ് തന്നെ ഇതിനകത്ത് നിന്നും നമുക്ക് രണ്ട് വാക്കിൻ്റെ പര്യായ പദം കണ്ടുപിടിക്കാമെന്ന് ഓർക്കുക. ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പര്യായ പദമാണ് പാമ്പ് എന്നുള്ളത് മറക്കാതിരിക്കുക കേട്ടോ. ചക്ഷുസ് എന്ന് പറയുന്നതിൻ്റെ പര്യായ പദമാണ് പാമ്പ്. അതുപോലെ തന്നെ ദർദുരം എന്ന് പറയുന്നതിൻ്റെ പര്യായ പദമാണ് തവള. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് പര്യായ പദങ്ങൾ പഠിച്ചിരിക്കുകയാണ്: പാമ്പ് ചക്ഷുസ്, അതുപോലെ തന്നെ ദർദുരം എന്ന് പറയുന്നത് തവള. ഇനി ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കാം. ഇനി ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഇതാ അടുത്ത നിമിഷത്തിനുള്ളിൽ തന്നെ മരിക്കാൻ പോവുകയാണ്. ഈ വായിൽ നിന്ന് പാമ്പിന്റെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം തന്നെ തവള മരിക്കും. പക്ഷേ താൻ അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാതെ അടുത്ത ദിവസം തനിക്ക് എന്ത് കഴിക്കാൻ ഭക്ഷണത്തിന് കിട്ടും, തനിക്കിനി ഭക്ഷണം എന്ത് കിട്ടും, തനിക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തെ പറ്റി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഇങ്ങനെ തൻ്റെ മരണത്തെപ്പറ്റി ചിന്തിക്കാതെ നാളെ താൻ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയും എന്നാണ് എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിലൂടെ പറയുന്നത്. നാളെ എന്ത് അപകടമാണ് നമുക്ക് നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാതെ എന്താണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ അകപ്പെട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ പറ്റിയും സ്വാർത്ഥതയോടെ നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ സുഖിക്കാൻ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതിനെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ അടിമണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാതെ, അവൻ്റെ നാശം അടുത്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാതെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെയാണ് ഇവിടെ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവളയോട് എഴുത്തച്ഛൻ ഉപമിക്കുന്നത്.